വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ പാഠം കംപ്ലീറ്റ് ചെയ്തു. അതിൽ 2 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു. ഇനി ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശ്രീകാന്ത് ബോല ഈസ് ആൻ എൻ്റർപ്രനൂർ ആൻഡ് എ പില്ലർ ഓഫ് സപ്പോർട്ട് ടു മെനി. You would like to interview him to know more about his journey to success. Prepare a set of questions to interview him. You may ask questions regarding. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ചലഞ്ചസ്, മെൻറ്റേഴ്സ് ആൻഡ് ഗൈഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ്, എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ കലാം, ബീങ് ആൻ എംപ്ലോയർ ആൻഡ് നോട്ട് ആൻ എംപ്ലോയി, മെസ്സേജ് ടു സൊസൈറ്റി, സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് us സ്റ്റഡി 1 by 1. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പേഴ്സണൽ ലൈഫ് ഓഫ് ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോല വാസ് ബോൺ ഓൺ 7th July in 1991 in a small place called സീതാരാമപുരം at മച്ചിലിപട്ടണം in ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം എന്ന സ്ഥലത്ത്, അതായത് സീതാരാമപുരം എന്ന ഒരു ചെറിയ സ്ഥലത്താണ് അദ്ദേഹം 1991 ജൂലൈ 7 ജനിച്ചു. ശ്രീകാന്ത് ബോല വാസ് ബോൺ ഓൺ 7th July in 1991 in a small place called സീതാരാമപുരം at മച്ചിലിപട്ടണം in ആന്ധ്രാപ്രദേശ്. His father is ബോല ദാമോദർ റാവു and mother ബോല വീര വെങ്കടേശ്വരമ്മ. അപ്പോൾ ബോല ദാമോദർ റാവുവിൻ്റെയും ബോല വീര വെങ്കടേശ്വരമ്മയുടെയും പുത്രനായിട്ട് അദ്ദേഹം ജനിച്ചു. ഈ മാരീഡ് വീരസ്വാതി ഓൺ April 23, 2020. 2020 ഏപ്രിൽ 23 അദ്ദേഹം വീരസ്വാതി എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആഫ്റ്റർ എ കോർട്ട്ഷിപ്പ് ഓഫ് ആൾമോസ്റ്റ് 10 years. അത് വിവാഹം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെയുള്ള ഒരു പ്രണയബന്ധം. ഏകദേശം 10 വർഷം നീണ്ടുനിന്ന ആ പ്രണയത്തിന് ശേഷമാണ് അദ്ദേഹം വീരസ്വാതിയെ കല്യാണം കഴിച്ചത്. ഹി ഹാസ് എ ഡോട്ടർ നെയ്മഡ് നയന എന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകളാണ്. ഇവരുടെ മകൾ ആണ് നയനം, അതായത് നയനാസ്, കണ്ണുകൾ എന്ന അർത്ഥത്തിലാണ് ആ കുട്ടിക്ക് അദ്ദേഹം ആ പേര് നൽകിയത്. ചെസ് ആൻഡ് ക്രിക്കറ്റ് ആർ ഹിസ് മെയിൻ ഹോബീസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദങ്ങളായിരുന്നു ക്രിക്കറ്റും അതുപോലെ തന്നെ ചെസ്സും. നെക്സ്റ്റ്, എ ബയോപിക് ടൈറ്റിൽഡ് ശ്രീകാന്ത് ഫീച്ചറിംഗ് രാജ്കുമാർ റാവു, ഡയറക്റ്റഡ് ബൈ തുഷാർ ഹിരണാനന്ദനി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഭൂഷൺ കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു സിനിമയാക്കിയിട്ടുണ്ട്. ബയോപിക് ടൈറ്റിൽഡ് ശ്രീകാന്ത് ഫീച്ചറിംഗ് രാജ്കുമാർ റാവു സ്റ്റാർസ് ആസ് ശ്രീകാന്തിൻ്റെ റോൾ അഭിനയിച്ചിരിക്കുന്നത് രാജ്കുമാർ റാവു ആണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡയറക്റ്റഡ് ബൈ തുഷാർ ഹിരണാനന്ദനി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഭൂഷൺ കുമാർ. ഭൂഷൺ കുമാർ സംവിധാനം ചെയ്ത തുഷാർ ഹിരണാനന്ദിനി സംവിധാനം നിർവഹിച്ച സിനിമയായിരുന്നു അത്. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ട്. ദെൻ കം ടു പ്രൊഫഷണൽ ലൈഫ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ അടുത്തത് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ശ്രീകാന്ത് ബോല ഈസ് എ റനൗണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റ്. വളരെ പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു വ്യവസായി, എൻ്റർപ്രനൂർ, അതുപോലെ തന്നെ സംരംഭകൻ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്, നല്ല ഒരു മനുഷ്യ സ്നേഹി. ഹി ഈസ് ദി ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ബോലൻഡ് ഇൻഡസ്ട്രീസ്. ബോലൻഡ് ഇൻഡസ്ട്രിയുടെ സ്ഥാപകൻ, അതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ ചെയർമാനും ആണ്. ഹി ഈസ് ആൾസോ ദി കോ ഫൗണ്ടർ ഓഫ് സമാൻ വായി സെൻറ്ററിൻ്റെ സഹ സ്ഥാപകനുമായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ശ്രീകാന്ത് ബോല.
ശ്രീകാന്ത് ബോല നേരിട്ട അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ ജീവിതത്തിൽ. ശ്രീകാന്ത് ബോല വാസ് വിഷ്വലി ഇംപെയർഡ് ബൈ ബർത്ത്. ജനനം കൊണ്ട് തന്നെ അദ്ദേഹം വൈകല്യമുള്ള അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഹി ഫേസ്ഡ് ന്യൂമറസ് ചലഞ്ചസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം വളരെ കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. He faced numerous challenges throughout his life. He was initially denied admission to mainstream schools due to his blindness. അന്ധത കൊണ്ട് മെയിൻസ്ട്രീം സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ഉള്ള അവസരം നിഷേധിക്കപ്പെട്ട ആളാണ് ശ്രീകാന്ത് ബോല. വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് റെസിലിയൻസ്, അദ്ദേഹത്തിന് അതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ദൃഢനിശ്ചയം, സ്ഥിരോത്സാഹം എന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അതിനെയൊക്കെ അദ്ദേഹം മറികടന്നു. പർസ്യൂഡ് ഹിസ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. ഇവൻച്വലി, അവസാനം, ബിക്കമിങ് ദി ഫസ്റ്റ് ഇന്റർനാഷണൽ വിഷ്വലി ഇംപെയർഡ് സ്റ്റുഡൻറ് അറ്റ് MIT. MITയിലെ ലോകത്തിലെ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ആദ്യത്തെ വികലാംഗത്വമുള്ള, അതായത് കാഴ്ചശക്തി ഇല്ലാത്ത ആ ഗണത്തിൽപ്പെട്ട വിഷ്വലി ഇംപെയർഡ്, കാഴ്ച വൈകല്യമുള്ള കുട്ടികളിൽ ആദ്യത്തെ കുട്ടിയായിട്ട് MITയിൽ പഠിക്കാനും വളരെ ഉയർന്ന വിജയം നേടി അദ്ദേഹത്തിന് പാസ്സാകാനും സാധിച്ചു. ശ്രീകാന്ത് ഫേസ്ഡ് സെപ്റ്റിസിസം ആൻഡ് പ്രജുഡീസ് ഫ്രം സൊസൈറ്റി. അതുപോലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ മുൻവിധി, സംശയമായിരുന്നു ആളുകൾക്ക്, ഇയാൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഹിസ് ഫാമിലി സ്ട്രഗിൾഡ് ഫിനാൻഷ്യലി, അതുപോലെ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു. ആഫ്റ്റർ ഗ്രാജുവേഷൻ ഹി വാസ് ഡിനൈഡ് അഡ്മിഷൻ ടു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, IIT. അതുപോലെ IITയിൽ അദ്ദേഹത്തിന് കോച്ചിങ് നിഷേധിക്കപ്പെട്ടു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അദ്ദേഹത്തിന് കോച്ചിങ് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇൻ ഹിസ് കരിയർ, അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് വരുമ്പോൾ when starting Bolland Industries, he faced skepticism. Bolland ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം കുറേ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. In his career, when starting Bolland Industries, he faced skepticism from investors, മറ്റ് നിക്ഷേപകരിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും അദ്ദേഹത്തെ, അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളികൾ ഈ സമയത്ത് ആ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബോലൻഡ് ഇൻഡസ്ട്രി ആരംഭിക്കുന്ന അവസരത്തിൽ അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. Despite these challenges, Srikanth persevered and achieved remarkable success as an entrepreneur. ഒരു എന്റർപ്രനർ എന്നുള്ള രീതിയിൽ ഇതിനെയെല്ലാം അദ്ദേഹം തരണം ചെയ്തു. Despite these challenges, ഈ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം ഓവർകം ചെയ്തു. എന്നിട്ട് അദ്ദേഹം വളരെ എടുത്തു പറയത്തക്ക റിമാർക്കബിൾ സക്സസ് ആസ് ആൻ എന്റർപ്രനർ, ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വിജയിച്ചു. മാത്രമല്ല, ഇൻസ്പയറിംഗ് മില്യൺസ് വിത്ത് ഹിസ് സ്റ്റോറി ഓഫ് റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഥ എന്ന് ദശലക്ഷം ആളുകൾക്ക് പ്രചോദനമായി തീർന്നു. So, we have discussed and studied for 3 important points: personal life, professional life and challenges. I hope that all these 3 you understood. So please subscribe, share and support me. In the next class we will study mentors and guides, achievements and awards, experience of working with Dr. Kalam, being an employer and
not an employee. Okay, thank you so much.